സ്റ്റഡി ഹിന്ദി വിത്ത് കൃഷിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ഗഹൻ ഗില്ലിൻ്റെ ദില്ലി മേ ഉനീദേം എന്ന സംസ്മരണത്തിൻ്റെ മലയാള പരിഭാഷയാണ് നമ്മൾ കേട്ടത്. ഇന്ന് ഈ വീഡിയോയിലൂടെ ആ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ, ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ചോദ്യോത്തരങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ ചോദ്യം, റുപ്പേ കാ സിക്ക സബ്കോ ദൗഡ രഹാ ഹെ. ₹1 നാണയത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് എല്ലാവരുടെയും. കിസി കെ ഹിസ്സേമേം കം, ചിലരുടെ പക്കൽ വളരെ കുറവാണ്. കിസി കെ ഹിസ്സേമേം സ്യാദ, ചിലരുടെ പക്കൽ വളരെ കൂടുതലാണ്. ഇസ്സേ ആപ്നെ ക്യാ സമച്ച, ഇതിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് പോകാം. ജീവൻ മേം ധൻ ഔർ അവസർ ഹമേശ സബ്കെ ലിയെ സമാനി നഹീ ഹോത്തെ. ജീവിതത്തിൽ ധനവും അവസരങ്ങൾ ഹമേശ എപ്പോഴും സബ്കെ ലിയെ എല്ലാവർക്കും സമാൻ നഹീ ഹോത്തെ, സമാനമായിരിക്കില്ല. കുച്ച് ലിയെ ജീവൻ ആസാൻ ബനാത്തെ, ചിലർക്ക് ഈ ജീവിതം വളരെ എളുപ്പമുള്ളതായി തീരുന്നുവെങ്കിൽ ഔർ ജബ്കി കുച്ച് ലിയെ സംഘർഷ് ബനാ രഹത്തായ്, ചിലർക്കിത് പോരാട്ടമായി തീരുന്നു. इसका मतलब है ഇല്ല इसका अर्थ है कि ഇതിൻ്റെ മതലബ് അല്ലെങ്കിൽ അർത്ഥം ഇതാണ്, സമാജമേ ആർത്ഥിക അസമനത മൗജൂദ് ഹേ, സമൂഹത്തിൽ വലിയ ധനപരമായ അസമത്വം നിലനിൽക്കുന്നുണ്ടെന്നും ഔർ ഹമേ, നമ്മൾ ഇസ്കെ പ്രതി ഇതിനെതിരായിട്ട് ജാഗരൂകരഹിന ചാഹിയെ, എന്തിരിക്കണം, ജാഗരൂകരായിരിക്കണം, ശ്രദ്ധാലുക്കളായിരിക്കണമെന്നും ബോധവാന്മാരായിരിക്കണമെന്നുമാണ് ഈ ചോദ്യോത്തരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ചോദ്യോത്തരം, ക്യാ ഉസ്കെ ബാദ്, അതിനുശേഷം സർക്കാർ മേരെ ലിയെ കുച്ച് കരേഗി, അതിനുശേഷം സർക്കാർ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരുമോ. ജനത സർക്കാരിൽ നിന്നും ക്യാ ക്യാ ഉമ്മീദിൻ്റെ വ്യക്തി, എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, സർക്കാർ എന്തെങ്കിലും ചെയ്തു തരുമോ, എന്തൊക്കെയാണ് ജനങ്ങൾ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. ജനത സർക്കാർ സെ വ്യാപക ഉമ്മീദിൻ്റെ വ്യക്തി, വ്യാപകമായ രീതിയിലുള്ള പ്രതീക്ഷകളാണ് ജനങ്ങൾ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ജിന്മയും, അതിനകത്ത് ആർത്ഥിക ധനപരമായ വികാസങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകാം. സാമാജിക സുരക്ഷ, സാമൂഹ്യമായ സുരക്ഷകൾ ആ സർക്കാരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാകാം. അവർ ന്യായ്, നീതികളൊക്കെ ഷാമിൽ ഹേ, ചേർന്നിട്ടുണ്ട്. അടുത്തായിട്ട് എന്താ പറഞ്ഞത്, സർക്കാർക്കോ ഇൻ ഉമ്മീദോങ്കോ പൂരാ കർണേക്ക് ലിയെ, സർക്കാർ ഈ വിശ്വാസങ്ങൾ, ഈ പ്രതീക്ഷകൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പ്രഭാവി നീതിസെ, നല്ല പ്രതീക്ഷകൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ബയാൻ ചാഹിയെ, നിറവേറ്റാൻ അവരെന്ത് ചെയ്യിക്കണം, ഫലപ്രദമായ നയങ്ങൾ അവർ രൂപീകരിക്കുകയും അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഈമാൻദാരിസെ ലാഗു കർണ ചാഹി, ഈമാൻദാരി എന്ന് വെച്ചാൽ വിശ്വസ്തയോടുകൂടി സത്യസന്ധമായത് നടപ്പിലാക്കുകയും വേണം. അതാണ് ജനങ്ങൾ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അഗർ മേരി കഹാനി സുന്നേമേ ആ കാം ഹൊത്താഹേത്തോ, ഒരുപക്ഷെ എൻ്റെ കഥ കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ മൈം ആ ജാവുക, ഞാൻ തീർച്ചയായിട്ടും വരാം. യഹാം റിക്ഷാചാലക, ഇവിടെ റിക്ഷാചാലകൻ്റെ കോൺസ മനോഭാവ പ്രകടകൊത്ത, എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത് എന്നതുള്ളതാണ് അടുത്ത ചോദ്യം. അതിന് നമുക്ക് ഉത്തരം ഇങ്ങനെ പറയാം. അപ്പനെ ജീവൻസ്, സ്വന്തം ജീവിതം കൊണ്ട് ദൂസരവും മറ്റുള്ളവർക്ക് കൊയ് ഭായത മിലേന്തോ, ഭായത എന്ന് വെച്ചാൽ നേട്ടം, പ്രയോജനം, എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അച്ഛാ ഹോക, നല്ലതായിരിക്കും. ഇതാണ് ഈ വരികൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. നീന്തുക്കു യഹാം അസംഭവ് ക്യോം ബദായ, ഇവിടെ ഉറക്കം അസാധ്യമാണെന്നത് എന്തുകൊണ്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ക്യോം ബദായ ഗയാ ഹോക, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസറിലേക്ക് പോകാം. ഓട്ടോ ഡ്രൈവറായ രാജാറാം ഗരീബ്, ദരിദ്രനും പാവപ്പെട്ടവനും, അവർ ഭാക്കെ അഭ്യസ്ത് കർണേ വാല ഥ, എന്താ ഭാക്കെ എന്ന് വെച്ചാൽ പട്ടിണി പരിശീലിച്ച വ്യക്തിയുമാണ് ആരെന്നത്, ഓട്ടോ ഡ്രൈവറായിട്ടുള്ള രാജാറാം. ഉസേ ഗർ നഹീം, അവനെന്തില്ല, വീടില്ല. ഓട്ടോ ഉസ്കാ ഗർ ഹേ, ഓട്ടോയാണ് അവൻ്റെ വീട് എന്ന് പറയുന്നത്. ഉസ്മീം സോനേവാല, അതിൽ ഉറങ്ങുന്ന, ഉസ്കോ അവന് നീന്ത് അസംഭവ് ഹോക, നീന്ത് അസാധ്യമാകും എന്നാണ് ഈ ചോദ്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അടുത്ത ടെസ്റ്റിലെ 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, തബ് ക്യാ ഉസ്കി ദക്കാൻ കെ സബ് അസാൽ ഉസ്മേ ജുഡ് ഗേ ഹേ, അവൻ്റെ ദക്കാൻ ക്ഷീണത്തിൻ്റെ വയസ്സെല്ലാം കൂടി അതിനോടൊപ്പം ചേർന്നിട്ടുണ്ടാകും. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ലേഖിയാനെ ഐസ ക്യോം സോച്ചാ ഹോക, ലേഖിയ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിച്ചത്. അറിയാമല്ലോ, 50 വയസ്സാണെന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ ലേഖിയയ്ക്ക് അയാൾ കണക്കെടുപ്പ് അനുസരിച്ച് എത്ര വയസ്സെന്നേ തോന്നുന്നുള്ളൂ, 40 വയസ്സെന്നേ തോന്നുന്നുള്ളൂ. അപ്പം ഒരുപക്ഷെ ക്ഷീണത്തിൻ്റെ വയസ്സും കൂടെ കൂട്ടിയിട്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലേഖിയയ്ക്ക് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത് എന്നാണ് പറയുന്നത്.
गरीबी और बीमारी से रिक्शा चालक का शरीर दुबला हो गया. ഗരീബിയും ദാരിദ്ര്യവും ബീമാരി രോഗവും കൊണ്ട് റിക്ഷാ ചാലകൻ്റെ ശരീരം എന്ത് ചെയ്ത് ദുബല ഹോ ഗയ, ശോഷിച്ചു പോയി. ഉസ്കെ ശരീർക്കെ അവൻ്റെ ശരീരത്തിൻ്റെ ചേഹരയ്ക്ക് അവൻ്റെ മുഖത്തെ ഹാത്ത് പാവുക്കെ രകയും കൈകാലുകളിലേക്ക് ഞരമ്പുകൾ നീലി ബൻകൈ എന്തായി നീല നിറത്തിലായി. ആംഖയും ദംസി ഹുയി കണ്ണുകൾ കുഴിഞ്ഞു പോയിരുന്നു. അവർ ചേഹരയ്ക്ക് ഹഡിയാം ഉപരി ഹുയി ധി അവൻ്റെ മുഖത്തെ അസ്ഥികളൊക്കെ എന്ത് ചെയ്തിരുന്നു പൊന്തിയിരുന്നു. കഠിനമായ പരിശ്രമം ഉസ്കാ ശരീർ കംസോർ ഹോക്കെ അവൻ്റെ ശരീരത്തെ എന്ത് ചെയ്ത് വളരെയധികം ക്ഷീണിപ്പിച്ചു. ഇസ്ലിയെ ലേഖിയാനെ ഐസാ സോച്ച അതുകൊണ്ടായിരിക്കും ലേഖിയ എന്ത് ചെയ്തത് അങ്ങനെ ചിന്തിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം എന്ന് പറയുന്നത് ദോ വക്തിക്ക് റൊട്ടി മിൽ ജായത്തോ ഗനീമത്ത് എന്ന് വെച്ചാൽ കുശുവന എന്നാണ്. 2 നേരം റൊട്ടി കിട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷമാണെന്ന് പറഞ്ഞു. ഈസ് കഥൻ പർ ആപ്കാ വിചാർ ക്യാ ഹെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ ഈസ് കഥൻ പർ ഈ ചിന്തയോട് ഈ പറച്ചിലിനോട് നിങ്ങളുടെ ചിന്തകൾ എന്താണ് എന്നാണ് ചോദിച്ചിരുന്നത്. ഏക് ഉസ്കി ജീവൻ സംഘർഷ് കി ഓർ ഇഷാര കർത്താ ഹെ ഈ സെൻറ്റൻസ് അവൻ്റെ ജീവിത പോരാട്ടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഓട്ടോവാലയുടെ ജീവിത പോരാട്ടത്തിലേക്കാണ് ഈ വരികൾ വിരൽ ചൂണ്ടുന്നത്. ഗരീബി ഔർ ഭാക്കേക്ക് അഭ്യസ്ത് ദാരിദ്ര്യവും പട്ടിണിയും പരിശീലിച്ച ഓട്ടോവാല കഠിന മേഹനത്തുകാർക്ക് കഠിനമായ പരിശ്രമം ചെയ്തിട്ടാണ് ജീവൻ ബിതാത്താഹെ എന്ത് നയിക്കുന്നത് ജീവിതം നയിക്കുന്നത്. കഠിന കാം കർക്കയും പേട് പെർ റൊട്ടി മിലേന്തോ കഠിനമായ പരിശ്രമം ചെയ്ത് പേട് പെർ വയറ് നിറയെ റൊട്ടി മിലേന്തോ റൊട്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബഹുബഹുത്ത് കുശേ അവൻ വളരെ സന്തോഷവാനാണെന്നാണ് അവൻ പറഞ്ഞത്. അടുത്തതായിട്ട് ലാസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഹം ഏക് ഹി ഷഹർ മേ രഹത്തെ ഹുയെ നമ്മൾ ഒരു പട്ടണത്തിൽ തന്നെ ഒരു നഗരത്തിൽ തന്നെ താമസിക്കുന്ന നമ്മൾ ദോ അലഗ് മൗസമേ രഹത്തെ 2 അവസ്ഥകളിലായിട്ടാണ് ജീവിക്കുന്നത്. അന്യ ഔർ പൂക്കേക്ക മൗസമേയും അന്നവും പൂക്ക വിഷപ്പിൻ്റെയും അവസ്ഥയിലും ഗർ വീടും അതായത് ഗൃഹാതുരത്വത്തിൻ്റെയും ഔർ ബേക്കരിക്ക് മൗസമേയും വീടില്ലാത്തവൻ്റെയും അവസ്ഥയിൽ. ഈസ് കഥൻ പർ ആപ്കാ വിചാർ ക്യാ ഹെ ഈ കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഇങ്ങനെ പറയാം. സമാജമേ 2 വർഗ്ഗക്കെ ലോകരഹത്തെ സമൂഹത്തിൽ എത്ര തരത്തിലുള്ള വർഗ്ഗത്തിലുള്ള ആളുകളുണ്ട് 2 തരത്തിലുള്ളത്. ഏകത്തോ അമീർ ഔർ ദൂസരത്തോ ഗരീബ്. അമീർ എന്ന് വെച്ചാൽ ധനാഢ്യന്മാരും ധനമില്ലാത്തവരും. അമീർ ജീവൻ പേർ സാരി സുഖസുവിധാവുങ്കെ സാത്രികത്തെ ഹെ അമീർ എപ്പോഴും എന്താണ് സാരി സുവിധാവുങ്കെ എല്ലാ സുഖസൗകര്യങ്ങളോടും ഒപ്പമാണ് അമീർ ജീവിക്കുന്നതെങ്കിൽ ലേക്കിൻ ഗരീബ് ദരിദ്രന്മാർ സദാ എപ്പോഴും ഗരീബി ദാരിദ്ര്യത്തിലും പൂക്ക് വിശപ്പിലും ദുഃഖത്തിലും അവർ കഠിനായും രഹത്തെ ഹെ കഠിനായികളിലും താമസിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഗതിവിധികളിലേക്കൊന്ന് പോകാം. ഒന്നാമത്തെ ഗതിവിധി എന്താണ് നോക്കിയ ഒന്നാമത്തെ കിസ്നെ കിസ്സെ കഹ ആര് ആരോട് പറഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ ഗതിവിധി എന്ന് പറയുന്നത്. ഒന്നാമത്തെ എന്താണ് ആര് പറഞ്ഞു എന്നാണ്. ആപ്കാ മതലബ് ആപ് തബ്സെ സടക്കുപ്പർ ഹി ഹേ താങ്കളുടെ അഭിപ്രായത്തിൽ താങ്കൾ പറഞ്ഞതനുസരിച്ച് താങ്കൾ തെരുവിലാണ് താമസിക്കുന്നതെന്നാണോ താങ്കൾ പറയുന്നത് എന്ന് പറഞ്ഞത് ആരാ പറഞ്ഞത്. ലേഖിക ആരോട് പറഞ്ഞതാണ് രാജാറാമിനോട് പറഞ്ഞതാണ്. മൈം ആപ്കാ സോഫ ഗന്ധാനഹിം കർണ ചാഹത്താകും താങ്കളുടെ സോഫ മലിനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞത് നമ്മുടെ രാജാറാം ആരോടാണ് പറഞ്ഞത് ലേഖിയോടാണ് പറഞ്ഞത്. അപ്പോൾ രാജാറാമിന് ലേഖിയാസേ ആം ലോഗോം കോ ആപ്കെ ജീവൻ കെ ബാരേം പതാ ചലേഗ സാധാരണ വർഗത്തിൽ താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് അറിയുവാൻ കഴിയും എന്ന് പറഞ്ഞത് ലേഖികയാണ്. അപ്പോൾ ലേഖികനെ രാജാറാം സെ കഹത്ത. 2 വക്തിക്ക് റൊട്ടി മിൽ ജായേ ഗനീമത്ത് 2 നേരം റൊട്ടി കിട്ടിയാൽ വളരെ സന്തോഷമാണെന്ന് പറഞ്ഞത് രാജാറാമാണ്. അപ്പോൾ രാജാറാമിനെ ലേഖിയാസേ കഹ. ആപ്കെ പാസ് ഭി കൊയ് താക്കത്ത് നഹീം താങ്കൾക്കും വലിയ കഴിവൊന്നുമില്ല ശക്തിയൊന്നുമില്ല. ആ ഭി മേരെ ജൈസെ താങ്കളും എന്നെപ്പോലെയാണ് എന്ന് പറഞ്ഞത് രാജാറാമാണ് പറഞ്ഞത്. ആരോടാണ് പറഞ്ഞത് ലേഖിയാസെ. അപ്പോൾ രാജാറാമിനെ ലേഖിയാസെ കഹ. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോകാം. ഹർ വാക്യേ കിസ്സെ സംബന്ധിത ഓരോ വാക്യവും ആരുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഉറപ്പുണ്ട്. അപ്പം വാക്യവും കൊടുത്തിട്ടുണ്ട് വ്യക്തികളും കൊടുത്തു. വ്യക്തിയുടെ കോളത്തിൽ രാജാറാം സാൻഡി ദയാലു അമീർ ആദ്മി ദേഖിയ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ സെൻറ്റൻസ് വായിച്ച് ആരുമായി ബന്ധപ്പെട്ട്. രാജാറാം കോ പുരാന ഓട്ടോ ലേ ദിയ രാജാറാമിന് ഒരു പഴയ ഓട്ടോ നൽകിയത് ആരാ കൊടുത്തത്. ദയാലു അമീർ ആദ്മി എന്നുള്ളതാണ് അതിൻ്റെ കൂടെ ചേർക്കേണ്ടത്.
റേഡിയോ കെ ലിയെ പ്രോഗ്രാം ബനാ രഹി ഹെ, റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് ആ ലേഖിയയാണ് പറഞ്ഞത്. പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലേഖിയ പറഞ്ഞു. അടുത്ത പഹലെ ഗാവുമേയും ഖേത്തോമേയും മജൂരി കർത്താത്ത, ഞാൻ പണ്ട് വയലേലകളിൽ കൃഷിപ്പണി ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? രാജാറാം ആണ് പറഞ്ഞത്. ഹാർഡ്വാർഡ് കെ ദിനോമേ ലേഖിയാക്ക സാത്തി രഹ, ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയുടെ കാലങ്ങളിലെ ലേഖിയുടെ സാത്തി ആരായിരുന്നു? സാൻഡി ആണ്. സാൻഡി എന്ന് നമുക്ക് അടയാളപ്പെടുത്താം. ബച്ചുപ്പൻ സേ ഹി ആപ് അന്ധാ ഹോ ഗയ, കുട്ടിക്കാലം മുതൽ തന്നെ താങ്കൾ അന്ധനായിരുന്നു, ആ ബാപ്പ് അന്ധാ ഹോ ഗയ എന്ന് പറഞ്ഞത് ആരാണ്? എന്ന് പറഞ്ഞത് രാജാറാമാണ്. അപ്പോൾ രാജാറാമുമായി ബന്ധപ്പെട്ടത് നമുക്ക് എഴുതാവുന്നതാണ്. അടുത്ത സാക്ഷാത്കാർ കീ റെക്കോർഡിംഗ് കർ രഹ, സാക്ഷാത്കാർ റെക്കോർഡ് ചെയ്തത് ആരായിരുന്നു? സാൻഡി ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിന് സാൻഡി എന്ന് പറയാം. ചാന്ദിനി ചൗക്കുമേ രക്ഷ ചലാത്തായ, ചാന്ദിനി ചൗക്കിൽ രക്ഷ ഓടിക്കുന്നത് ആരാണെന്നാണ് പറഞ്ഞത്? രാജാറാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നോക്കാം. വാക്യവും അക്കീ ക്രമസേ ലിഖിയും, വാക്യത്തിൻ്റെ ശരിയായ ക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ആ ക്രമം ഞാൻ പറയാം, നിങ്ങൾ ടെസ്റ്റിലെ സെൻറ്റൻസുകളൊന്ന് വായിക്കാം. നമുക്ക് ആദ്യം ഒന്ന് ഗാവുമേം സിർ പർ ബോച്ച് ഡോത്താ രഹ, അതാണ് ആദ്യ സെൻറ്റൻസ്. ബാരിഷ്, അടുത്തത് ബാരിഷ് മേ ഉസ്കാ ഘർ ഡഗ് ഗയ, 8 साल तक साइकिल रिक्शा चलाता रहा, दिल्ली जाने का निश्चय किया, अपने गाँव में कानपुर गया, गाँव से कानपुर गया, ऑटो की ही अपना घर बनाया, 1.5 साल तक മുഫ്തുമേം സേവ, മുഫ്തം എന്ന് വെച്ചാൽ സൗജന്യ സേവനം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം പറയുന്നത് ബാരിഷ്മേം ഉസ്കാ ഘർ ഡഗ് ഗയ എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത്. രണ്ടാമത് പറയേണ്ടത് ഗാവുമേം സിർ പർ ബോച്ച ഡോത്താരഹ എന്നുള്ളതാണ് രണ്ടാമത്തെ പറയേണ്ടത്. മൂന്നാമത്തെ പറയേണ്ടത് ദില്ലി ജാനേക്ക നിശ്ചയിക്കുക എന്നുള്ളതാണ് മൂന്നാമത് പറയേണ്ടത്. നാലാമത് പറയുന്ന അപ്പനെ ഗാവ് സെ കാൻപൂർ ഗയ എന്നുള്ളത് നാലാമത് പറയണം. അഞ്ചാമത് പറയേണ്ടതെന്ന് പറയുന്നത് ഓട്ടോ കോഹി അപ്പന ഗർ ബനായ, ഓട്ടോ എന്നുള്ളതാണ്. അതല്ല പറയേണ്ട, 8 साल तक സൈക്കിൾ റിക്ഷ ചലാത്ത രഹ എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയേണ്ടത്. അപ്പോൾ അടുത്ത സെൻറ്റൻസ്, നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് ഒന്നുകൂടെ ഞാൻ ആദ്യം ബാരിഷ് എന്ന് തുടങ്ങുന്ന ഉൻകെ ഉസ്കാ ഘർ ഡഗ് ഗയ എന്ന് പറയുന്ന സെൻറ്റൻസ്, രണ്ടാമതെന്ന് പറയുന്നത് ഗാവുമേം സിർ പർ ബോച്ച് ഡോത്താ രഹ എന്ന് പറയുന്ന സെൻറ്റൻസ്, മൂന്നാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ദില്ലി ജാനേക്ക നിശ്ചയിക്കുക എന്ന് പറയുന്ന സെൻറ്റൻസ്. അടുത്തായിട്ട് പറയേണ്ടത് അപ്പനെ ഗാവും സെ കാൻപൂർ ഗയ എന്ന് പറയുന്ന സെൻറ്റൻസ്. അത് കഴിഞ്ഞതിന് ശേഷം 8 साल तक സൈക്കിൾ റിക്ഷ ചലാത്ത രഹ എന്ന് പറയുന്ന സെൻറ്റൻസ്. 1.5 साल तक മുഫ്തുമേ സേവ കർത്താ രഹ എന്ന് പറയുന്ന സെൻറ്റൻസ്. അവസാനത്തെ സെൻറ്റൻസാണ് ഓട്ടോ കോഹി അപ്പന ഘർ ബനായ എന്ന് പറയുന്ന സെൻറ്റൻസ്. അപ്പം ആ സെൻറ്റൻസും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഗതിവിധികളും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ മനസ്സിലായി കാണുമെന്ന് പറയുന്നു. മറ്റൊരു വീഡിയോയിൽ എത്തുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.